ഹലോ! എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാവരും എഴുന്നേറ്റ് വന്നത്. പിന്നെ നല്ല എന്താ പറയുക, വെളിയിൽ നല്ല തണുപ്പും ഒക്കെ ആകുമ്പോൾ പൊതുവേ എണീക്കാൻ നല്ല മടിയാണ്. പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിൽ പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പം പിന്നെ ശനിയും ഞായറും ഒക്കെ കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങും. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ലേറ്റാണ്. അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഒരു തട്ടിക്കൂട്ടൽ ബ്രേക്ക്ഫാസ്റ്റാണ്. തട്ടിക്കൂട്ടലാണെങ്കിലും ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രോക്കലി ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ മഷ്റൂം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ രണ്ടിനെയും കൂടെ വെച്ചിട്ട് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. പിന്നെ മുട്ട. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമ്മൾക്ക് എപ്പോഴും ദോശ, ഇഡ്ഡലി, പുട്ട്, പിന്നെന്താ ഇടിയപ്പം, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മടി വരും. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് 2 മുട്ട വീതമാണ് എല്ലാവർക്കും എടുക്കുന്നത്. അതിലേക്ക് പാലും കുരുമുളക് പൊടി, കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി, പിന്നെ ഇച്ചിരി ഗാർലിക് പൗഡർ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ദോശ തവയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ സമയത്തിനുള്ളിൽ ഞാൻ ബട്ടറിലേക്ക് നമ്മുടെ മഷ്റൂമിനെ ഒന്ന് സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം, ആ മഷ്റൂം ഇച്ചിരി ഒരു വേവുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ ബ്രോക്കലി ഒന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ. കല്ല് ചൂടായി അതിലേക്ക് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ചീസും കൂടെ അതിൽ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതിലേക്ക് മഷ്റൂം വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വർഷക്കുട്ടിക്ക് മഷ്റൂം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അവൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ ബ്രോക്കലിയും കൂടെ സോട്ട് ചെയ്താണ് അവൾക്ക് ആദ്യം കൊടുത്തത്. അവളാണ് രാവിലെ തൊട്ട് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് ലേറ്റ് ആയപ്പോൾ, കാരണം ദിവസം സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിക്കുമല്ലോ. അപ്പോൾ ഇന്ന് എണീറ്റ് വന്നത് 8 മണിക്കാണ്. അപ്പോഴത്തേന് എല്ലാവർക്കും വിശപ്പായി. പിന്നെ ഞാൻ ഈ വീഡിയോ കൂടെ എടുക്കുമ്പോൾ കുറച്ച് ടൈം കൂടും. അപ്പോൾ പശുക്കുട്ടി അവിടെ നിന്ന് എനിക്ക് വിശക്കുന്നു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ആദ്യം തന്നെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ബ്രോക്കലി ആവുന്നതേ ഉള്ളൂ. അതും ഉപ്പും പെപ്പറും കൂടെ മാത്രം ഇട്ടിട്ട് കുറച്ചൊന്ന് സോട്ട് ചെയ്ത് ബട്ടർ സോട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവർക്ക് പൊതുവേ അങ്ങനെ ബ്രോക്കലി കഴിക്കാൻ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ അത് തോരൻ വെക്കാറുണ്ട്. ഇതുപോലെ ബട്ടറിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് സോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പശുക്കുട്ടിക്കൊക്കെ നേരത്തെ ഭയങ്കര മടിയായിരുന്നു ഇത് കഴിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു തുടങ്ങിയ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ബ്രോക്കലി. ഭയങ്കര ഹെൽത്തി ആണെന്നാണ് എല്ലാവരും പറയണത്. ഇടയ്ക്ക് ഞാൻ ഇത് ഇവിടെ ആരും കഴിക്കാതെ വന്നപ്പോൾ ഞാൻ ഒന്ന് നിർത്തിയായിരുന്നു. വീണ്ടും ഇപ്പം ഞാൻ ഇതുപോലെ പുതിയ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രാവിലെ എല്ലാവരും ഏതോ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇനി ഞാനും കൂടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. ബാക്കി മൺഡേ ടു ഫ്രൈഡേ എല്ലാവരും പല സമയത്താണ് കഴിക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശനിയും ഞായറും മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. സ്കൂൾ ബാഗൊക്കെ എടുത്ത് തരാനൊന്നും പറ്റൂല, തന്നെ എടുക്കണം. അപ്പോൾ ചെയ്യണ്ടയാ എളുപ്പം എണ്ണിക്കാൻ. നല്ല സുഖമാണ് ജീവിതം ഇല്ല മക്കളെ? കിടക്കണം, ടൈമിന് ഫുഡ് അല്ലേ? ഇവനെ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്നത് അവൻ്റെ ഹോംവർക്ക് ബുക്ക് ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് എടുത്തോണ്ട് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്താടാ ആകെ ചെയ്ത ഒരു കാര്യം അത് മാത്രമാണ്, അതെങ്കിലും പോയി എടുത്തോണ്ട് വന്നിട്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ ആണെങ്കിൽ സ്കൂളിലാണെങ്കിൽ അങ്ങനെ ബുക്കും കാര്യങ്ങളും ഒന്നും കൊടുത്തും വിടാറില്ല. ആകെ ചെയ്യുന്നത് ഹോംവർക്കാണ് വീട്ടിലിരുന്ന്, അല്ലാതെ പഠിത്തം ഒന്നും കാണാറേ ഇല്ല. പിന്നെ ഇടയ്ക്കിപ്പോൾ പറയുന്നുണ്ടായിരുന്നു സർപ്രൈസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്ത് നടക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഐഡിയ എനിക്കില്ല. എന്തോ രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെ ബാഗിനുള്ളിൽ ലഞ്ച് ബോക്സും ഉണ്ട്, വാട്ടർ ബോട്ടിലും ഉണ്ട്, പിന്നെ വല്ലപ്പോഴും ഹോംവർക്ക് ബുക്കും കൊണ്ടുവന്നേ കാണാം. ഇത്ര തന്നെ കാണുന്നുള്ളൂ. ഭാഷയിൽ പറഞ്ഞാൽ അവർ ഭയങ്കര കൂളായിട്ട് പഠിക്കുക എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ആയിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഡീഹ്യൂമിഡിഫയർ ആണ് കേട്ടോ. ഇത് നമ്മൾ ഹാഫ് ഡേ നിന്ന് മേടിച്ചതാണ്. അല്ലാതെ നമ്മളൊരു ഡീഹ്യൂമിഡിഫയർ മേടിച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രിക്കിൻ്റെ. ഇത് വിൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാ വിൻഡോയിലും അതുപോലെ ബാത്റൂമിലും ഒക്കെ മോൾഡ് പിടിക്കും. പിന്നെ മോൾഡ് പോകാനുള്ള സ്പ്രേ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്. എന്നാലും എപ്പോഴും ഇങ്ങനെ ഈർപ്പം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വിചാരിച്ച് വിൻഡോയുടെ അവിടെ ഒരെണ്ണം വെക്കാമെന്ന്. എത്രമാത്രം എഫക്റ്റീവ് ആണെന്നൊന്നും അറിയില്ല, എന്തായാലും നമ്മൾ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും ഈർപ്പം പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ. അപ്പം ഓരോ റൂമിലും കൊണ്ട് വെച്ചിട്ടുണ്ട്.
ഇതിങ്ങനെ കിലുക്കി നോക്കി കഴിഞ്ഞാൽ എന്തോ കുറച്ച് ചരല് വാരി ഇട്ടേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ക്രിസ്റ്റൽ പോലെ എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഈർപ്പം പിടിച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ. ഇത് എത്രമാത്രം വർക്കൗട്ട് ആവുന്നൊന്നും അറിയില്ല. എന്തായാലും വെച്ച് നോക്കാം. വിക്രമാദിത്യന് വേതാളം. വീണ് പോവും. കുറേ തുണി വിരിക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വർഷക്കുട്ടിയെ തുണി വിരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് തുണി മടക്കുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ആണ് ഇവരുടെ യൂണിഫോം കാര്യങ്ങളും ഒക്കെ നനച്ചിടുന്നത്. അപ്പം തന്നെ മൺഡേ ആകുമ്പോഴത്തേനും റെഡി ആയി വരത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ദുരന്തർ മൂവിയാണ് കാണുന്നത് കേട്ടോ. ഏട്ടൻ ഓൾറെഡി തിയേറ്ററിൽ പോയി കണ്ടതാണ്. അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് അതിരുന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. വിവാൻകുട്ടിക്ക് പിന്നെ ഈ സിനിമ കാണുന്നതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. അവൻ അവിടെ വേറെ എന്തോ ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നെന്തോ കുക്ക് ചെയ്യാനൊരു മൂഡ് അങ്ങോട്ട് തോന്നിയില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ചപ്പോഴേ ഇനിയിപ്പം ലഞ്ച് കുറേ നേരം കഴിഞ്ഞ് മതിയെന്ന് കറക്റ്റ് ഉച്ചയ്ക്കൊന്നും കഴിക്കാനുള്ള ഫീലൊന്നും തോന്നിയില്ല ആർക്കും. അപ്പോഴാണ് വർഷക്കുട്ടിക്ക് അവൾക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ ഈ പ്രാവശ്യം സലൂണിൽ കൊണ്ടുപോയി വെട്ടിക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സലൂണിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ കുട്ടിക്ക് തീരെ ക്ഷമയില്ല. അപ്പോൾ ഇല്ല അമ്മ തന്നെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായി. അപ്പോൾ ഇന്ന് തന്നെ വെട്ടണമെന്നായി. അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ വെട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ വെട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വെട്ടിക്കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് നിന്ന് മുടിയൊക്കെ ചീവി കറക്റ്റ് ലെവലാക്കിയൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഏട്ടനാണ് കേട്ടോ. പിന്നെ ഒരുപാട് കട്ട് ചെയ്യാനും സമ്മതിക്കുന്നില്ല. എല്ലാം സൂക്ഷിച്ച് ചെയ്യണം. തീർന്നു. താഴെ ഫുള്ള് പ്ലാസ്റ്റിക് കവറും പേപ്പറും ഒക്കെ ഇട്ടിട്ടാണ് ചെയറിട്ട് അതിൻ്റെ മുകളിലാണ് വശം ഇരുത്തിയത്. എന്നാലും കുറച്ച് മുടി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താഴെ വീഴുമല്ലോ കാർപ്പറ്റിലൊക്കെ. അങ്ങനെ വേഗം തന്നെ വിവാൻകുട്ടി സ്റ്റാർട്ട് ചെയ്തു വാക്യൂം ചെയ്യാൻ വേണ്ടി. പിന്നെ ഏട്ടനും കൂടെ കൂടി. എന്നാൽ പിന്നെ തുടങ്ങിയ സ്ഥിതിക്ക് എന്നാൽ പിന്നെ വീട് ഫുൾ അങ്ങോട്ട് ഡീപ്പ് ക്ലീൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ചേർന്നാകുമ്പോൾ വേഗം പണിയും തീരും. അപ്പോൾ ഞാൻ വേഗം തന്നെ കുഷ്യൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റി പുതിയ കവറൊക്കെ ഇട്ടു. അപ്പോൾ ഒരു ഫ്രഷ് ഫീല് തോന്നും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊടുക്കണമല്ലോ. ഇത് വർഷക്കുട്ടി വരച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ വേഗം പിന്നെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ പോയിട്ട് കുഷ്യനല്ലല്ലോ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി. പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ വേഗം തന്നെ പിസ്സ ഓർഡർ ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ പാപ്പ ജോൺസിൽ നിന്നാണ് പിസ്സ ഓർഡർ ചെയ്തിട്ട്. നല്ല പിസ്സയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഡോമിനോസ് ആണ്. ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ പാപ്പ ജോൺസ് ആണ് മേടിക്കുന്നത് കേട്ടോ. വീണ്ടും എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഇതാണോ ഉദ്ദേശിച്ച ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കൊന്നും വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഹൈറ്റ് കുറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? വർഷക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്നു. അപ്പം ഞാൻ വേഗം പോയിട്ട് എന്തായാലും തുടങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിസയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വേഗം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ മെയിനായിട്ട് ഫ്രിഡ്ജ്. കാരണം സാറ്റർഡേ രാവിലെയാണ് പോയി നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ഇന്ന് കുറച്ച് ലേറ്റ് ആയപ്പം പിന്നെ വിചാരിച്ചു ഇനി വൈകിട്ട് പോകാമെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഫ്രിഡ്ജെല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെങ്കിൽ പിന്നെ പുതിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ വെക്കാൻ എളുപ്പം ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും കിച്ചണിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തുടങ്ങാനുള്ള ഒരു പാടേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങും. പിന്നെ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. വേഗം തന്നെ കിച്ചണിലെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തു. അങ്ങനെ കിച്ചൺ മാത്രമേ ഉള്ളൂ നമുക്ക് തൂത്ത് തുടയ്ക്കാനുള്ളത്. ബാക്കിയൊക്കെ കാർപ്പറ്റാണ്. അതുകൊണ്ട് പിന്നെ വാക്യൂമാണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് വേണം ഇനി ഷോപ്പിങ്ങിന് പോകാൻ. ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ.